മഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UPയുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് പ്രഥമ അധ്യാപകരുടെ ചുമതലകൾ എന്തെല്ലാമാണ്, അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകൾ എന്തെല്ലാമാണ്, സ്കൂളിൽ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകൾ എന്തെല്ലാമാണ്, പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിങ്ങും വിദ്യാലയ മോണിറ്ററിങ്ങും എങ്ങനെയാണ്, SMC, PTA, MPTA, CPTA തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ടോപ്പിക്കുകളെല്ലാം നമ്മുടെ ഇൻ്റർവ്യൂവിനും അല്ലെങ്കിൽ നമ്മളൊരു അധ്യാപിക എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വവുമാണ്. ആദ്യം തന്നെ പ്രഥമ അധ്യാപകരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്കൂളിൻ്റെ ഭരണപരവും അക്കാദമികവുമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഹെഡ് മാസ്റ്ററാണ്. സഹ അധ്യാപകരെയും മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാനും അവരുടെ സഹകരണം ഉറപ്പുവരുത്താനും അദ്ദേഹത്തിന് കഴിയണം. പ്രഥമ അധ്യാപകരുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത് ചിലതാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തത് സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കൽ. 2 വിദ്യാലയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ. 2 വിദ്യാലയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ. പാഠ ആസൂത്രണത്തിൻ്റെ മേൽനോട്ടം വഹിക്കൽ. സ്കൂൾ മോണിറ്ററിംഗ്. 4 സ്കൂൾ മോണിറ്ററിംഗ്. 5 ക്ലാസ് മോണിറ്ററിംഗ്. 6 ക്ലാസുകൾ എടുക്കൽ. 7 ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കൽ. 8 SRG ഫലപ്രദമായി സംഘടിപ്പിക്കൽ. 9 അക്കാദമിക നേതൃത്വം നൽകൽ. 10 ഭരണ നേതൃത്വവും പൊതുചുമതല വഹിക്കലും. 11 SMC, PTA, MPTA, CPTA എന്നിവയ്ക്ക് നേതൃത്വം നൽകൽ. എന്താണ് SMC, PTA, MPTA, CPTA എന്നിവയ്ക്ക് നേതൃത്വം നൽകൽ. 12 കോൺഫറൻസുകളിൽ പങ്കെടുക്കുക. 12 കോൺഫറൻസുകളിലൊക്കെ പങ്കെടുക്കുക. പ്രധാന അധ്യാപകൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. 1 സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കൽ. 2 വിദ്യാലയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ. 3 പാഠ ആസൂത്രണത്തിന് നേതൃത്വം വഹിക്കൽ. 4 സ്കൂൾ മോണിറ്ററിംഗ് നടത്തൽ. 5 ക്ലാസ് മോണിറ്ററിംഗ് നടത്തൽ. 6 ക്ലാസുകൾ എടുക്കൽ. 7 ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ പങ്കാളികളാക്കൽ. ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കൽ. 8 SRG ഫലപ്രദമായി സംഘടിപ്പിക്കൽ. 9 അക്കാദമിക നേതൃത്വം നൽകൽ. 10 ഭരണ നേതൃത്വവും പൊതു ചുമതല വഹിക്കലും. 11 SMC, PTA, MPTA, CPTA എന്നിവയ്ക്ക് നേതൃത്വം നൽകൽ. 12 കോൺഫറൻസുകളിൽ പങ്കെടുക്കൽ. 12 കോൺഫറൻസുകളിലൊക്കെ പങ്കെടുക്കൽ. ഇനി നമുക്ക് അധ്യാപകരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അധ്യാപകരുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകൾ അടുത്തറിയുക എന്നതാണ്. കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകൾ അടുത്തറിയുക. 2 ഗവേഷണ സ്വഭാവമുള്ള ആൾ. ഗവേഷണ സ്വഭാവമുള്ള ആൾ ആയിരിക്കുക എന്നത് അധ്യാപകൻ്റെ ചുമതലയാണ്. 3 കുട്ടികളുടെ സഹായിയായി മാറുക. കുട്ടികളുടെ സഹായിയായി മാറുക. 4 അധ്യാപകരുടെ ഒരു ചുമതലയാണ് നിരന്തര പഠിതാവായിരിക്കുക. അധ്യാപകൻ്റെ ചുമതലയാണ് നിരന്തര പഠിതാവ് ആയിരിക്കുക. 5 സഹപഠിതാവായിരിക്കുക. 6 കുട്ടികൾ പഠന നേട്ടം കൈവരിക്കാനുള്ള ആസൂത്രണം നടത്തുക. കുട്ടികൾക്ക് പഠന നേട്ടം കൈവരിക്കാനുള്ള ആസൂത്രണം നടത്തുക. 7 ജനാധിപത്യ രീതി അവലംബിക്കുക. ക്ലാസ് റൂമിലൊക്കെ ജനാധിപത്യ രീതി അവലംബിക്കുക. 8 ശിശു സൗഹൃദമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കുക.
ശിശു സൗഹൃദപരമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കുക. വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. എന്താണ് വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുക? അതായത് ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്ക് പുറത്ത് പോയി അവിടെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവിടെയുള്ള ജീവിത രീതി എന്താണ്, അങ്ങനെ അന്വേഷിച്ച് ഒരു അന്വേഷണാത്മക രീതിയിലുള്ള പഠനങ്ങൾക്ക് നേതൃത്വം നൽകുക. അതാണ് വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഫീൽഡ് ട്രിപ്പൊക്കെ പോകുന്നത് ആ തരത്തിലുള്ള ഒന്നാണ്. എന്താണ് വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. 10 മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവതരിപ്പിക്കുക. എന്താണ് പഠനത്തിനായിട്ട് മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവതരിപ്പിക്കുക എന്നത് അധ്യാപകൻ്റെ ചുമതലയാണ്. അതുപോലെ തന്നെ 11ാമത്തത് എന്താണ്? വൈവിധ്യപൂർണമായ പഠനതന്ത്രങ്ങൾ ഒരുക്കുക. എന്താണ് വൈവിധ്യപൂർണമായ പഠനതന്ത്രങ്ങൾ ഒരുക്കുക? ഇനി നമുക്ക് ഒന്നും കൂടി അതെല്ലാം ഒന്ന് നോക്കാം. 1, അധ്യാപകൻ്റെ ചുമതലയാണ് ഗവേഷണ സ്വഭാവമുള്ള ആൾ ആയിരിക്കുക എന്നത്. കുട്ടികളുടെ സഹായിയായി മാറുക, നിരന്തര പഠിതാവായിരിക്കുക, സഹപഠിതാവായിരിക്കുക, കുട്ടികൾ പഠനനേട്ടം കൈവരിക്കാനുള്ള ആസൂത്രണം നടത്തുക, ജനാധിപത്യ രീതി അവലംബിക്കുക, ശിശു സൗഹൃദമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കുക, വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവതരിപ്പിക്കുക, വൈവിധ്യപൂർണമായ പഠനതന്ത്രങ്ങൾ ഒരുക്കൽ. വൈവിധ്യപൂർണമായ പഠനതന്ത്രങ്ങൾ ഒരുക്കൽ. കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകളെ അടുത്തറിയുക. കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകളെ അടുത്തറിയുക. ഇതൊക്കെ എന്താണ് അധ്യാപകൻ്റെ ചുമതലകളിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇനിയുമുണ്ട്. ഇത്രയുമെങ്കിലും നമ്മളൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് രേഖകളാണ്. 1, കുട്ടികളുടെ ഹാജർ ബുക്ക്. എന്താണ് കുട്ടികളുടെ ഹാജർ ബുക്ക്? 2, കുട്ടികളുടെ പഠന പുരോഗതി രേഖ. എന്താണ് കുട്ടികളുടെ പഠന പുരോഗതി രേഖ. 3, ടീച്ചിങ് മാനുവൽ. എന്താണ് 3, ടീച്ചിങ് മാനുവൽ. 4, വിവിധ തരം പഠന സാമഗ്രികളുടെ ശേഖരണം. എന്താണ് വിവിധ തരം പഠന സാമഗ്രികളുടെ ശേഖരണം. 5, മൂല്യനിർണയ രേഖകൾ. 5 എന്താണ് മൂല്യനിർണയ രേഖകൾ. 6, CPTയുമായി ബന്ധപ്പെട്ട രേഖകൾ. CPTയുമായി ബന്ധപ്പെട്ട രേഖകൾ. ഇത്രയുമെങ്കിലും അധ്യാപകർ നിർബന്ധമായിട്ടും കയ്യിൽ സൂക്ഷിക്കേണ്ട രേഖകളാണ്. ഇതിൽ കൂടുതൽ രേഖകളുണ്ട്. അതാണ് അവർ 2 കുത്തിട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലും രേഖകളുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. കുട്ടികളുടെ ഹാജർ ബുക്ക്, കുട്ടികളുടെ പഠന പുരോഗതി രേഖ, ടീച്ചിങ് മാനുവൽ, വിവിധ തരം പഠന സാമഗ്രികളുടെ ശേഖരണം, മൂല്യനിർണയ രേഖകൾ, CPTയുമായി ബന്ധപ്പെട്ട രേഖകൾ, അതുപോലെ തന്നെ സഞ്ചിത രേഖ, ഉപവ്യാഖ്യാന രേഖകൾ, ഇതെല്ലാം അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകൾ തന്നെയാണ്. ഇനി നമുക്ക് സ്കൂളിൽ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാന രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്കൂളിൽ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട പ്രധാന രേഖകൾ: 1, അധ്യാപകരുടെ ഹാജർ പുസ്തകം. 2, ടൈം ടേബിള്. 3, ലോഗ് ബുക്ക്. 4, ഹുമലേറ്റീവ് റെക്കോർഡ്. 5, പരീക്ഷാഫലം രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. 6, അഡ്മിഷൻ രജിസ്റ്റർ. 7, വിടുതൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ, ഫീ രജിസ്റ്റർ, ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ, അക്കാദമിക മാസ്റ്റർ പ്ലാൻ, നോട്ടീസ് ബുക്ക്, ഇൻസ്പെക്ഷൻ ഡയറി, സ്റ്റോക്ക് രജിസ്റ്റർ, സന്ദർശക ഡയറി, സ്റ്റാഗ്നേഷൻ ഡയറി, ക്യാഷ് ബുക്ക്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. അധ്യാപകർക്കുള്ള ഹാജർ പുസ്തകം, ടൈം ടേബിള്, ലോഗ് ബുക്ക്, ഹുമലേറ്റീവ് റെക്കോർഡ്, പരീക്ഷാഫലം രേഖപ്പെടുത്തുന്ന റെക്കോർഡ്, അഡ്മിഷൻ രജിസ്റ്റർ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ, ഫീ രജിസ്റ്റർ, ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ, അക്കാദമിക മാസ്റ്റർ പ്ലാൻ, നോട്ടീസ് ബുക്ക്, ഇൻസ്പെക്ഷൻ ഡയറി, സ്റ്റോക്ക് രജിസ്റ്ററുകൾ, വിസിറ്റേഴ്സ് ഡയറി, സ്റ്റാഗ്നേഷൻ രജിസ്റ്റർ, ക്യാഷ് ബുക്ക്. ഇതിൽ കൂടുതൽ രജിസ്റ്ററുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന രജിസ്റ്ററുകളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ ഇവയെല്ലാമാണ്. വിദ്യാർത്ഥികളുടെ പഠനകാലത്തെ മുഴുവൻ വിവരങ്ങളും സൂക്ഷിക്കുന്ന കേന്ദ്രം കൂടിയാണ് ഒരു സ്കൂള്. അധ്യാപകരുടെ സേവനകാല വിവരങ്ങളും സ്കൂളിലുണ്ടാകും. സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് പഠനം നിർത്തി പോകുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരിക്കൽ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ അറിയണമെന്നിരിക്കട്ടെ, സ്കൂളിൽ ചെന്നാൽ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ചില സ്കൂളുകളിൽ
കുട്ടികളുടെ പഠന നിലവാരവും സ്വഭാവ സവിശേഷതകളുമൊക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന അനക്ഡോട്ട് റെക്കോർഡുകളും സൂക്ഷിക്കാറുണ്ട്. ചില സ്കൂളുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു രേഖയാണ് അനക്ഡോട്ട് റെക്കോർഡുകൾ. അനക്ഡോട്ട് റെക്കോർഡുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവ സവിശേഷതകളെല്ലാമാണ് അതിനകത്ത് സൂക്ഷിക്കുന്നത്. അതിനകത്ത് അതുപോലെ തന്നെ കുട്ടികളുടെ പഠന നിലവാരവും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിങ്ങും വിദ്യാലയ മോണിറ്ററിങ്ങും എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിങ്ങും വിദ്യാലയ മോണിറ്ററിങ്ങും എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിനി നോക്കാം. ഒരു വിദ്യാലയത്തിലെ അക്കാദമിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് പ്രഥമ അധ്യാപകർ. ഒരു വിദ്യാലയത്തിലെ അക്കാദമിക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളാണ് പ്രഥമ അധ്യാപകർ. സഹ അധ്യാപകരെ പോലെ ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വവും പ്രഥമ അധ്യാപകർക്കുണ്ട്. ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വവും പ്രധാന അധ്യാപികയ്ക്ക് ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെഡ് മാസ്റ്ററുടെയും SRG കൺവീനർമാരുടെയും നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെഡ് മാസ്റ്ററുടെയും SRG കൺവീനർമാരുടെയും നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തണം. ഓരോ ക്ലാസ്സിലെയും ഓരോ വിഷയത്തിലും ഒരാഴ്ച പഠിപ്പിക്കേണ്ട പഠന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യണം. കൂട്ടായ ചർച്ചയിലൂടെ രൂപം കൊടുക്കുന്ന പഠന തന്ത്രങ്ങളാണ് ക്ലാസ്സിൽ സംഘടിപ്പിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ടീച്ചിങ് മാനുവൽ ഓരോ അധ്യാപകനും തയ്യാറാക്കി പ്രധാന അധ്യാപകനെ കാണിക്കണം. പ്രഥമ അധ്യാപകൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. ക്ലാസ്സുകൾ ഫലപ്രദമാകണമെങ്കിൽ പ്രധാന അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിംഗ് ശക്തമായിരിക്കണം. ഫലപ്രദമായ ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കാൻ ഹെഡ് മാസ്റ്റർ നേതൃത്വം കൊടുക്കണം. ഫലപ്രദമായ ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കാൻ ഹെഡ് മാസ്റ്റർ നേതൃത്വം കൊടുക്കണം. സഹ അധ്യാപകരെയും SMC, PTA, SSG സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് തുടങ്ങിയവരുടെ സഹായത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. സ്കൂളിനാവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ സഹായത്തോടെയും മറ്റ് ജനപ്രതിനിധികളുടെ സഹായത്തോടെയും അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. അധ്യയന വർഷം ആരംഭത്തിന് മുമ്പ് തന്നെ സ്കൂൾ വികസന പദ്ധതിയും അക്കാദമിക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കണം. അക്കാദമിക മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് പ്രഥമ അധ്യാപകരാണ്. ഇത് ഫലപ്രദമായ വിദ്യാലയ മോണിറ്ററിങ്ങിലൂടെയേ സാധ്യമാകുകയുള്ളൂ. ഫലപ്രദമായ സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കാൻ ഹെഡ് മാസ്റ്റർ നേതൃത്വം കൊടുക്കണം. സഹ അധ്യാപകരെയും SMC, PTA, SSG എന്ന് പറഞ്ഞാൽ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് തുടങ്ങിയവയുടെ സഹായത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. സ്കൂളിനാവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ സഹായത്തോടെയും മറ്റ് ജനപ്രതിനിധികളുടെ സഹായത്തോടെയും അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. അധ്യയന വർഷം ആരംഭത്തിന് മുമ്പ് തന്നെ സ്കൂൾ വികസന പദ്ധതിയും അക്കാദമിക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കണം. അക്കാദമിക മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് പ്രധാന അധ്യാപകരാണ്. ഇത് ഫലപ്രദമായ വിദ്യാലയ മോണിറ്ററിങ്ങിലൂടെയേ സാധ്യമാകുകയുള്ളൂ. ഇനി നമുക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി SMC എന്ന് പറഞ്ഞാൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അധ്യാപക രക്ഷകർതൃ സംഘടന എന്ന് പറഞ്ഞാൽ ക്ലാസ് PTA എന്ന് പറയുന്നത് പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻ. അധ്യാപക രക്ഷകർതൃ സംഘടന PTA. പിന്നെ ക്ലാസ് PTA CPTA എന്ന് പറയും. ക്ലാസ് PTA
തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും ചുമതലയും എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഘടന, എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചുമതലകൾ എന്തെല്ലാമാണ്, എന്തിൻ്റെയൊക്കെയാണ് SMC, PTA, CPTA തുടങ്ങിയവയുടെ ഘടന എങ്ങനെയാണ്, പ്രവർത്തനം എന്തെല്ലാമാണ്, ചുമതലകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനമാരംഭിച്ച സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ SMC. എന്താണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനമാരംഭിച്ച സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ SMC. SMC എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 750 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ 750 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനർ, ജോയിൻറ്റ് കൺവീനർ ഒഴികെ 16 പേർ SMCയിൽ ഉണ്ടാക്കണം. എന്താണ് 750 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ 16 പേരാണ് SMCയിൽ ഉണ്ടാകേണ്ടത്. എത്ര പേരാണ്? 16 പേരുണ്ടായിരിക്കണം. 750 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ 20 പേരുണ്ടായിരിക്കണം. 750 എന്ന സംഖ്യ ഓർക്കുക. 750 കുറവുള്ള സ്കൂളുകളിലാണെങ്കിൽ ആ കമ്മിറ്റിയിൽ 16 പേരുണ്ടായിരിക്കണം. ആ 16 പേരിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഉൾപ്പെടുന്നില്ല. 750 കൂടുതലുള്ളവരെ ഉള്ള സ്കൂളുകളിൽ 750 കൂടുതലുള്ള സ്കൂളുകളിൽ 20 പേരുണ്ടായിരിക്കണം. ആ 20 പേരിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഉൾപ്പെടുന്നില്ല. ഇനിയോ SMCയിലെ മൊത്തം അംഗങ്ങളിൽ 75% മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കളിൽ നിന്നായിരിക്കണം. എന്താണ് SMCയിൽ 75% പേരും ആരായിരിക്കണം? ആ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളോ മാതാപിതാക്കളോ ആയിരിക്കണം. 75%. ബാക്കിയോ SC, ST വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ദുർബലരായ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളിൽ നിന്നും നിർബന്ധമായിട്ടുമുള്ള ആളുകളും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. എന്താണ് SC, STയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ദുർബല വിഭാഗത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ തുടങ്ങിയവരിൽ നിന്നുമുള്ള മാതാപിതാക്കൾ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ ഈ SMCയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെന്താണ് അവിടെ പറയുന്നത്? ബാക്കി ഒരു 25% അംഗങ്ങളുണ്ടല്ലോ. ആ 25% എന്ന് പറയുന്നത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത്, വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ, സ്കൂൾ അധ്യാപകരുടെ ഒരു പ്രതിനിധി, രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, സ്കൂൾ ലീഡർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. പിന്നെന്താണ് പറയുന്നത്? SMCയിലെ ആകെ മെമ്പറിൽ 50% വനിതകളായിരിക്കണം. ചെയർമാൻ, ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ എന്നിവർ രക്ഷകർത്താക്കളുടെ പ്രതിനിധികളായിരിക്കണം. ഹെഡ് മാസ്റ്റർ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറുമാണ്. ഹെഡ് മാസ്റ്റർ അവിടെ ആരാണ്? എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറുമാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ, ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളാണെങ്കിൽ അവിടെ പ്രിൻസിപ്പാൾ കൺവീനറും ഹെഡ് മാസ്റ്റർ ജോയിൻറ്റ് കൺവീനറുമായിരിക്കും. വിദഗ്ധ ഉപദേശത്തിന് 3 പ്രത്യേക ക്ഷണിതാക്കളെ SMCയിൽ ഉൾപ്പെടുത്താം. എന്നാൽ അവർക്ക് വോട്ടവകാശമില്ല. എന്താ പറഞ്ഞത്? വിദഗ്ധ ഉപദേശത്തിന് 3 ആളുകളെ ക്ഷണിതാക്കളെ SMCയിൽ ഉൾപ്പെടുത്താം. എന്നാൽ അവർക്ക് വോട്ടവകാശമില്ല. കോറം തികയ്ക്കാൻ അവരുടെ സാന്നിധ്യം കൊണ്ട് കഴിയുകയുമില്ല. എന്താണ്? കോറം തികയ്ക്കണമെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് കഴിയില്ല. പിന്നെന്താണ്? 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ SMC ചേർന്നിരിക്കണം. SMC 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേർന്നിരിക്കണം. SMC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യമേ അറിയാം. SMC എന്താണ്? സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ SMC ചേർന്നിരിക്കണം. 2019 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് SMC പ്രവർത്തിക്കുന്നത്. 750 കുട്ടികളിൽ കുറവുള്ള സ്കൂളിൽ
കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ 16 അംഗങ്ങളാണുള്ളത്. 750 കൂടുതൽ ഉള്ള സ്കൂളുകളിൽ 20 പേരിൽ അംഗങ്ങളുണ്ട്. 20 അംഗങ്ങളിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഉൾപ്പെടുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് 75% പേരും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ ആയിരിക്കണം അതിലെ അംഗങ്ങൾ. അവിടെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളെ നിർബന്ധമായും ഈ SMCയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ടായിരിക്കണം. 75% പേരും മാതാപിതാക്കളിൽ നിന്നാണെങ്കിൽ ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് ആ പഞ്ചായത്ത്, ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറോ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധിയോ രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന ആ സ്ഥലത്തെ വിദ്യാഭ്യാസ ഒരു ചിന്തകനോ സ്കൂൾ ലീഡറോ ഒക്കെ ആയിരിക്കാം ആ 25% ആളുകൾ. അതുപോലെ തന്നെ 50% പേരും വനിതകളായിരിക്കണം. ഇതിലെന്താണ് 50% ആളുകൾ വനിതകളായിരിക്കണം. ചെയർമാനോ ചെയർപേഴ്സണോ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ വൈസ് ചെയർപേഴ്സണോ എന്നിവർ ആരായിരിക്കണം? രക്ഷകർത്താക്കളുടെ പ്രതിനിധികളായിരിക്കണം. പിന്നെ ഹെഡ് മാസ്റ്റർ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറുമാണ്. എന്താണ്? എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറുമാണ്. അതുപോലെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായിരിക്കും കൺവീനറും ഹെഡ് മാസ്റ്റർ ജോയിൻറ്റ് കൺവീനറും ആയിരിക്കും. പിന്നെ നമുക്ക് ഈ സമിതിയിലേക്ക് ഉപദേശത്തിനായിട്ട് 3 പ്രത്യേക ക്ഷണിതാക്കളെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അവരെന്ത് ചെയ്യാം? ഈ SMCയിൽ വോട്ടവകാശമില്ലാത്ത ആളുകളാണ്. കോറം തികയ്ക്കാനായിട്ട് അവരുടെ സാന്നിധ്യത്തിന് ആ കോറം നമ്മൾ പറഞ്ഞല്ലോ 20 പേര് 16 പേര് അവർ വന്നെങ്കിലും ആ കോറം തികയ്ക്കാനായിട്ട് ആ വന്നവരുടെ സാന്നിധ്യം കൊണ്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? ഈ SMC സ്കൂൾ മാനേജ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് യോഗം ചേർന്നിരിക്കണം. ഇനി നമുക്ക് ഇവരുടെ ചുമതലകളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. SMCയുടെ പ്രധാന ചുമതലകൾ എന്താണ്? SMCയുടെ പ്രധാന ചുമതലകൾ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് SMC എന്ന് പറഞ്ഞു. അതിൻ്റെ ചുമതലകൾ നോക്കാം. വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. സ്കൂൾ വികസന പദ്ധതി എന്താണ്? സ്കൂൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുന്നതിന് ശുപാർശകൾ നൽകുകയും ചെയ്യുക. സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുന്നതിന് ശുപാർശകൾ നൽകുകയും ചെയ്യുക. സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് പ്രാദേശിക സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുക. എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് പ്രാദേശിക സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുക. വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കുക. അത് നടപ്പിലാക്കുന്നതിന് ശുപാർശകൾ നൽകുക. സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകൾ മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് പ്രാദേശിക സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുക. അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ, പഠനശേഷി, പഠന പുരോഗതി, മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. എന്താണ്? അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ, പഠനശേഷി, പഠന പുരോഗതി, മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. സെൻസസ്, ദുരിതാശ്വാസ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് ജോലി. എന്താണ്? സെൻസസ്, ദുരിതാശ്വാസ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് ജോലി തുടങ്ങിയ ഒഴിച്ചുള്ള വിദ്യാഭ്യാസ ഇതര ജോലികൾക്ക് അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ്? സെൻസസ്, ദുരിതാശ്വാസ പ്രവർത്തനം, തിരഞ്ഞെടുപ്പ് ജോലി തുടങ്ങിയവ ഒഴിച്ചുള്ള വിദ്യാഭ്യാസ ഇതര ജോലികൾക്ക് അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ, പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യുക. വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ, പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് ഒരു വർഷത്തിന് താഴെയുള്ള ഒഴിവിലേക്ക് അധ്യാപക നിയമനം നടത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് ഒരു വർഷത്തിന് താഴെയുള്ള ഒഴിവിലേക്ക് അധ്യാപക നിയമനം നടത്തുക. കൊഴിഞ്ഞുപോക്ക് പരിപൂർണമായും തടയുക. എന്താണ് കൊഴിഞ്ഞുപോക്ക് പരിപൂർണമായും തടയുക? 15 ദിവസം തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിന് നടപടിയെടുക്കുക. 15 ദിവസമായിട്ടും ഹാജരാകാത്ത കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിന് എന്ത് ചെയ്യുക? നടപടികൾ എടുക്കുക. കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമം, പ്രവേശനം നൽകാതിരിക്കൽ, സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെയും അറിയിക്കുക. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, പ്രവേശനം നൽകാതിരിക്കൽ, സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ യഥാസമയം സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെയും അറിയിക്കുക. ക്ലാസ് PTA, MPTA മീറ്റിങ്ങുകൾ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ, പഠന പിന്നോക്ക അവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് പരിശീലനം ഉറപ്പുവരുത്തുക. എന്താണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ, പഠന പിന്നോക്ക അവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് പരിശീലനം ഉറപ്പുവരുത്തുക. ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക. ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക. സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചിലവ് കണക്ക്, വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കുക. സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക്, വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കുക. SMCയുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങളാണ്, അവരുടെ ചുമതലയിൽ വരുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും പോയിന്റുകൾ കൃത്യമായി പഠിക്കുകയും ഓർത്തിരിക്കുകയും വേണം. ഇനി നമ്മൾ PTA ഘടനയും പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. എന്താണ് PTA? പേരൻറ് ടീച്ചർ അസോസിയേഷൻ. പേരൻറ് ടീച്ചർ അസോസിയേഷൻ ആണ് PTA. PTA ഘടനയും പ്രവർത്തനങ്ങളും എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. PTA അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന സമിതിയാണ് അധ്യാപക രക്ഷകർതൃ സംഘടന. അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന സമിതിയെ അധ്യാപക രക്ഷകർതൃ സംഘടന PTA എന്ന് പറയുന്നു. പേരൻറ് ടീച്ചർ അസോസിയേഷൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് സമിതിയുടെ കൺവീനറും അല്ലെങ്കിൽ സെക്രട്ടറി. എന്താണ്? PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലുള്ളത് രക്ഷിതാക്കളാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് സമിതിയുടെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി. അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ 15 മുമ്പായി കൂടണം. ശ്രദ്ധിക്കുക, അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ 15 മുമ്പായി കൂടണം. വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ്. എത്ര പ്രാവശ്യം ചേരണം? കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം. ജനറൽ ബോഡി വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും കൂടണം. സ്കൂളിൻ്റെ സർവോന്മുഖമായ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കേണ്ട സമിതിയാണ് PTA. സ്കൂളിൻ്റെ സർവോന്മുഖമായ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കേണ്ട സമിതിയാണ് PTA. അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന സമിതിയാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലിരിക്കുന്നത് രക്ഷിതാക്കളാണ്. ഹെഡ് മാസ്റ്റർ കൺവീനറോ സെക്രട്ടറിയോ ആയിരിക്കണം. അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ചേരുന്നത് ജൂൺ 15 മുമ്പാണ്. വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം. സ്കൂളിൻ്റെ സർവോന്മുഖമായ അഭിവൃദ്ധിക്കായിട്ടാണ് PTA പ്രവർത്തിക്കുന്നത്. PTA പേരൻറ് ടീച്ചർ അസോസിയേഷൻ. ഇനി PTA പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത്.
PTA പ്രധാന പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും. എന്താണ് സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും. 2. റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാകുന്ന പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തൽ. റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാകുന്ന പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തൽ. 1. സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും. 2. റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാകുന്ന പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തൽ. 3. രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കൽ. PTA എന്ത് ചെയ്യണം? രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. 4. LSG ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, SSK സമഗ്ര ശിക്ഷ കേരള എന്നിവയുടെ മറ്റു വരുമാന സ്രോതസ്സുകളുടെയും ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കൽ, വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കൽ. LSGയുടെയും SSKയുടെയും SSKയുടെയും ഫണ്ടുകൾ അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകൾ അതൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കലും. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തോടെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കലും. കുട്ടികളുടെ പഠന പിന്നോക്ക അവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കലും. ഉച്ചഭക്ഷണ പരിപാടി പോഷകസമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ. ഉച്ചഭക്ഷണ പരിപാടി പോഷകസമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ. വിവിധ തരം ലാബുകൾ, ലൈബ്രറി, മറ്റു ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ. വിവിധ തരം ലാബുകൾ, ലൈബ്രറി, മറ്റു ഭൗതിക സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോൾ SMCയും പഠിച്ചു, അതുപോലെ തന്നെ PTയും എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ക്ലാസ് PTA എന്നൊരാശയത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ക്ലാസ് PTA? CPTA അഥവാ ക്ലാസ് PTA ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ക്ലാസ് PTA അഥവാ CPTA. സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും ചേർന്നതാണ് ക്ലാസ് PTA. ആരൊക്കെയാണ്? ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളുണ്ടാകും, അവിടുത്തെ ക്ലാസ് ടീച്ചറുണ്ടാകും, ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനും ഉണ്ടായിരിക്കും. അത് ചേരുന്നതാണ്, അവർ 3 പേരും കൂടി ചേരുന്നതാണ് ക്ലാസ് PTA എന്ന് പറയുന്നത്. ക്ലാസ് PTA മാസത്തിൽ ഒരു ക്ലാസ് PTA യോഗമെങ്കിലും ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് PTA ചേരേണ്ടതാണ്. പ്രസ്തുത യോഗങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളുടെ അക്കാദമിക പുരോഗതിയാണ്. എന്താണ്? കുട്ടികളുടെ അക്കാദമിക പുരോഗതി മാത്രമാണ് ഈ ക്ലാസ് PTയുടെയൊക്കെ യോഗങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ ക്ലാസ് PTയിലുണ്ടാകുക? അത് പെട്ടെന്ന് നമുക്ക് ഓർക്കാം. എന്താണ്? ഒരു ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം രക്ഷകർത്താക്കളും ആ ക്ലാസ് ടീച്ചറും ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനും കൂടി ചേർന്നതാണ് ആ ക്ലാസ് PTയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പ്രധാന ലക്ഷ്യമായിട്ട് എടുക്കുന്നത് കുട്ടിയുടെ പഠന പുരോഗതി അല്ലെങ്കിൽ അക്കാദമിക പുരോഗതിയാണ്. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് PTA ചേരണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലാസ് PTA കൂടുന്ന തീയതിയും സമയവും വളരെ മുൻകൂട്ടി തന്നെ രക്ഷകർത്താക്കളെ അറിയിക്കണം. എന്താണ്? ക്ലാസ് PTA കൂടുന്ന തീയതിയും സമയവും വളരെ മുൻകൂട്ടി എന്ത് ചെയ്യണം? രക്ഷകർത്താക്കളെ അറിയിക്കണം. ഇനി ഇവരുടെ പ്രവർത്തനം, ഈ ക്ലാസ് PTയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസ് PTയുടെ പ്രവർത്തനം: 1. മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് PTA കൂടണം. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യണം. എന്താണ്? മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് PTA കൂടണം. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യണം. 2. പൊതു അവതരണത്തിന് ശേഷം ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ, പഠന പുരോഗതി എന്നിവ ചർച്ചയ്ക്ക് വിധേയമാക്കണം. പൊതു അവതരണത്തിന് ശേഷം ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ, പഠന പുരോഗതി എന്നിവ ചർച്ചയ്ക്ക് വിധേയമാക്കണം. 3. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാണാനും വിലയിരുത്താനും രക്ഷിതാവിന് അവസരമുണ്ടായിരിക്കണം.
പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാണുവാനും വിലയിരുത്തുവാനും രക്ഷിതാവിന് അവസരമുണ്ടാകണം. അടുത്ത മാസം ക്ലാസ് മുറിയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ക്ലാസ് PT-യിൽ ചർച്ച ചെയ്യണം. അടുത്ത മാസം ക്ലാസ് മുറിയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ക്ലാസ് PT-യിൽ ചർച്ച ചെയ്യണം. രക്ഷകർത്താക്കൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം. രക്ഷിതാക്കൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം. രക്ഷിതാക്കളുടെ സഹായം ആവശ്യമുള്ള പരിപാടികളിൽ അവരുടെ സഹായം തേടണം. രക്ഷിതാക്കളുടെ സഹായം ആവശ്യമുള്ള പരിപാടികളിൽ അവരുടെ സഹായം തേടണം. പാഠ്യപദ്ധതിയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. പാഠ്യപദ്ധതിയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെയും കൊണ്ട് നിർത്താം. കാരണം ഇപ്പം തന്നെ അരമണിക്കൂറിൽ കൂടുതലായി. ഒത്തിരി നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള താല്പര്യവും കുറഞ്ഞു വരും. പക്ഷേ നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പഠിക്കുക എന്നുള്ളത് നമ്മുടെ കടമയുമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഒന്ന് വേഗത്തിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒത്തിരി ലാഗായി തോന്നാതിരിക്കാനായിട്ട് നിങ്ങൾ ഒന്ന് സ്പീഡായി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ലാഗ് തോന്നില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വെച്ച് പഠിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മളൊന്ന് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ സമയവും നമുക്ക് നഷ്ടമാണ്. അപ്പോൾ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. പ്രധാന അധ്യാപകൻ്റെ ചുമതലകൾ എന്തെല്ലാമാണ് എന്നാണ്. അതിനുശേഷം അധ്യാപകൻ്റെ ചുമതലകൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം സ്കൂളിലും എന്തെല്ലാം രേഖകൾ ഉണ്ടായിരിക്കണമെന്നും അധ്യാപകൻ്റെ കയ്യിൽ എന്തെല്ലാം രേഖകളുണ്ട് എന്നും പറഞ്ഞു. അതിനുശേഷം പ്രധാന അധ്യാപകൻ്റെ ചുമതലകൾ, അല്ലെങ്കിൽ അധ്യാപകൻ എങ്ങനെയാണ് ഒരു വിദ്യാലയത്തിൽ കൊണ്ട് നടക്കുന്നത്, എന്തെല്ലാം മോണിറ്ററിംഗ് ആണ് നടത്തുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു പ്രധാന അധ്യാപകൻ്റെ ചുമതലകളും ആ ക്ലാസ് മോണിറ്ററിങ്ങും എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം സ്കൂളിലുണ്ടാകേണ്ട കമ്മിറ്റികളെക്കുറിച്ച് പറഞ്ഞു. അതിലൊന്നാണ് SMC, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ട ഘടന എങ്ങനെയാണ്, ആ കമ്മിറ്റിയുടെ ചുമതലകൾ എന്തെല്ലാമാണ്, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ PTA എന്ന് പറയുന്നത് പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻ, PTA ഘടന, പ്രവർത്തനങ്ങൾ, ചുമതലകൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ക്ലാസ് PTA കുറിച്ച് പറഞ്ഞു. ക്ലാസ് PTA എന്താണ്, അതിൻ്റെ ഘടന എങ്ങനെയാണ്, അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, അതെന്താണ് ലക്ഷ്യം, എപ്പോഴാണ് കൂടേണ്ടത് എന്നുകുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ഒരാളോട് നമുക്കത് ഇന്നതാണ് എന്ന് പറയാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് ഊഹിച്ചെഴുതാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് അത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല എന്ന് കേൾക്കുന്നവർ ചിന്തിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കാണാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതി പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുത്തിട്ട് കാണാതെ പഠിക്കാനായിട്ടോ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ SCRT, സിമറ്റ്, സീറ്റ്, കൈറ്റ്, ഡയറ്റ്, BRC തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ഇടുക.